ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത് എടുത്തിട്ടോ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. സോ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അത് വൈഷ്ണവി ആദിത്യൻ വീഡിയോ. ഓക്കെ. The Constitution not only guarantees the fundamental rights but also states the fundamental duties of every citizen. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് നമ്മുടെ സിറ്റിസണായ നമുക്ക് തരുന്ന കാര്യങ്ങളാണ് റൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ. അടുത്ത ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗവൺമെന്റിന് അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. In Article 51A, the fundamental duties are depicted. അപ്പോൾ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് ടെക്സ്റ്റ് ഇല്ല. ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 51ലാണ് കൊടുത്തിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 51ലാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ എക്സാമിന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് എക്സ്ട്രാ കിട്ടും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നോട്ട് ചെയ്തു. അതൊന്നുകൂടി പറയൂ. The fundamental duties are in Article 51A of Indian Constitution. Fundamental duties are the duties of each and every citizen towards the nation that are to be performed compulsorily. അപ്പോൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യക്കാരും എല്ലാ സിറ്റിസണും നാഷനോട് കാണിക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു നാഷൻ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ നമുക്ക് ഈ റൈറ്റ് തരുമ്പോൾ ഈ ഡ്യൂട്ടീസ് നമ്മൾ തിരിച്ചു കാണിക്കേണ്ടത് വളരെ 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 അത്യാവശ്യമാണ്. അത് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ്. The fundamental duties insist the citizen should respect the constitution and government institution, protect environment, preserve the great Indian cultural heritage. അപ്പോൾ പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പെക്ട് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഒരു കാരണവശാലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ തള്ളിക്കളയാൻ പാടില്ല. പിന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അതുപോലെ തന്നെ അത് കാത്ത് പരിപാലിക്കണം. പിന്നെ എൻവയോൺമെന്റിനെ പരിപാലിക്കുക, പ്രിസർവ് ഗ്രേറ്റ് ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. നമ്മുടെ ഈ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പാരമ്പര്യമെല്ലാം, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം എല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കണം. എല്ലാരും വീഡിയോ ഓണാക്ക്. ആദ്യത്തേതിൽ വീഡിയോ ഓണാക്ക്. ലാവണ്യ വീഡിയോ ഓണാക്ക്. The society will progress smoothly only when every citizen perform his duties while enjoying his rights. അപ്പോൾ റൈറ്റ്സ് എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഡ്യൂട്ടീസും കൂടെ നമ്മൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് നാഷൻ അല്ലെങ്കിൽ സൊസൈറ്റി നല്ലൊരു സ്മൂത്ത് റണ്ണിങ്ങിൽ പോകത്തുള്ളൂ. The rights and duties are like the two sides of a coin. Rights and duties എന്ന് പറയുന്നത് ഒരു കോയിനിലെ രണ്ട് വശങ്ങൾ പോലെയാണ്. Rights cannot exist without ഡ്യൂട്ടീസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങൾ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ള കാര്യം കഴിഞ്ഞ വർഷം 6ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 10ാമത്തെ ചാപ്റ്ററില് ഇതേപോലെ ഡ്യൂട്ടീസ്, വാട്ട് ആർ ഡ്യൂട്ടീസ് ആൻഡ് വാട്ട് ആർ റൈറ്റ്സ്. റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് അവകാശങ്ങൾ, പക്ഷെ അത് കാത്ത് പരിപാലിക്കാൻ വേണ്ടിയിട്ട് കുറെ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യാനുണ്ട്. The fundamental duties are included in your textbooks. Analyze them and prepare a note. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇവിടെ തന്നിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നിങ്ങൾക്ക് അന്ന് ഞാനൊരു ഫോട്ടോ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടാവും. അതിൽ ഏറ്റവും അവസാനത്തത് ആഡ് ചെയ്ത് 2002 86th amendment അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. സോ അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ എന്താ ഡൗട്ട് ഉണ്ടോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ രാജ്യത്തിനോട് കാണിക്കുന്ന ഒരു കടമയാണല്ലേ? കടമയാണ്, അത്രേ ഉള്ളൂ. അതിന്റെ മീനിങ് അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ?
ഡൗട്ട് ഇല്ല എങ്കിൽ അടുത്ത ഇതിലോട്ട് പോവാം. എന്തെങ്കിലും ഒന്ന് പറയുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ തംസ് അപ്പ് എങ്കിലും പ്രസ് ചെയ്യും. നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന്റെ കുറെ നിർദ്ദേശക തത്വങ്ങൾ നമുക്കൊരിക്കലും നമുക്ക് കോർട്ടിലോ ഒരിടവും പോയി ഇത് എന്താ പറയാ, കോർട്ടിൽ പോയി നമുക്ക് ഇതിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് ഒരു നമ്മുടെ ഈ സോഷ്യൽ ജസ്റ്റിസ് നടത്തിക്കാൻ വേണ്ടിയിട്ട് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലുക്ക് അറ്റ് ദ കൊളാഷ്. Equal pay for men and women under the Mahatma Gandhi National Rural Employment Guarantee Scheme. അപ്പോ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ വേതനം അല്ലെങ്കിൽ സാലറി. സെപ്പറേറ്റ് നാഷണൽ പാർക്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് താർസ്. അപ്പൊ താർസ് എന്ന് പറയുന്ന വരയാടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് പാർക്കുകൾ. ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് പീപ്പിൾ. അപ്പോ ഇത് സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെ ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്സ് ദ പ്രിസർവേഷൻ ഓഫ് ആൻഷ്യന്റ് ഫോർട്സ്. അപ്പൊ പുരാതന കോട്ടകളുടെ സംരക്ഷണത്തിനും എല്ലാത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് അത് തീരുമാനമെടുത്തു, അല്ലെങ്കിൽ അവരതിന്റെ ഇത് ഏറ്റെടുത്തു. അപ്പൊ ഇതൊക്കെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഗവൺമെന്റ് പിന്നീട് തീരുമാനിച്ച കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്, ഈ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് സോഷ്യലി നേട്ടത്തിന്. ഇപ്പൊ നമ്മുടെ വരയാടുകളെ സംരക്ഷിക്കേണ്ട അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അത് നശിക്കും കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ അത് പാടില്ല. അതുകൊണ്ട് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമ്മളത് ചോദ്യം ചെയ്യാൻ പാടില്ല. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു കോട്ട കുറെ കോട്ടകളെല്ലാം ഇന്ത്യയിലുള്ള കോട്ടകളെല്ലാം സംരക്ഷിക്കാനായിട്ട് അവർ തീരുമാനമെടുത്തു. അതൊരിക്കലും നമുക്ക് ചോദിക്കാൻ പാടില്ല. കാരണം അതെന്ന് പറയുന്നത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. Provisions for equal wages for equal work for all irrespective of gender. ഇപ്പൊ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ ജെൻഡർ വ്യത്യാസം ഇല്ലാതെ, അല്ലെങ്കിൽ ജെൻഡറിന്റെ ആ ഒരു വ്യത്യാസം ഇല്ലാതെ തന്നെ ഇതാടാ വേഴാമ്പല ഇത് ജീവ വേഴാമ്പല അല്ല, അതിന്റെ ഇംഗ്ലീഷ് എന്തോന്നു? ഹോൺബിൽ. ഹോൺബിൽ തന്നെ. ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക് ഫോർ ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. അപ്പൊ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ അവർക്ക് ഒരുപോലെ ഇത് സാലറി കൊടുക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ് ബൈ കൺസർവിംഗ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അപ്പൊ അതിന്റെ രണ്ടാമത്തെ ന്യൂസ് നമ്മുടെ വരയാടുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ അത്തരം ജീവികളെ എല്ലാം ഫോറസ്റ്റിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കുക. കൺസർവേഷൻ ഓഫ് ഓൾ മോണുമെന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. കോട്ട പോലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ചരിത്രപരമായ സ്മാരകങ്ങൾ, മോണുമെന്റ്സ് എന്ന് പറയുമ്പോൾ സ്മാരകങ്ങൾ. അപ്പൊ സ്മാരകങ്ങളും എല്ലാം തന്നെ കാത്തു പരിപാലിക്കാനായിട്ട് ഉള്ള തീരുമാനം എടുക്കുക. വെൽഫെയർ ഓഫ് സിറ്റിസൺസ് ബൈ ബിൽഡിംഗ് അപ്പ് എ സിസ്റ്റം ബേസ്ഡ് ഓൺ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അപ്പോ എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ പൊളിറ്റിക്കൽ ജസ്റ്റിസ്, സാമൂഹിക നീതി ഉറപ്പാക്കാനായിട്ട്, എല്ലാവരും ഈക്വലായിട്ട് കൊണ്ടുവരാനായിട്ട്, ഹെൽത്തിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ആ ഒരു വെൽഫെയർ, ആ ഒരു എന്താ പറയുന്ന ഒരു വ്യവസ്ഥിതി ഉറപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് തീരുമാനിക്കുന്നത് നമ്മുടെ ലൈക്ക് സൊസൈറ്റി വളരാൻ വേണ്ടിയിട്ട് ആണ്. അതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. Some principles are laid down in our constitution as direction for the policy makers and rulers to ensure social justice. അപ്പോൾ
ചില കാര്യങ്ങൾ, ചില പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാ? അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ ഈ പോളിസി മേക്കേഴ്സിന് വേണ്ടിയിട്ട് ഓരോ പോളിസി ഉണ്ടാക്കുന്നവർക്കുള്ള നിർദ്ദേശമായിട്ടാണ് കൊടുക്കുക. അപ്പൊ അത്തരത്തിലുള്ള നിർദ്ദേശമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തില് നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് ഓരോ പോളിസി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പോളിസി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന പോളിസി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ട് കുറെ പ്രിൻസിപ്പിൾസ് അതിൽ കാണും. അത്തരത്തിലുള്ള ഡയറക്ഷൻസ്, കുറെ തത്വങ്ങൾ, അതിനെയാണ് നമ്മൾ ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. Some of the directive principles included in the constitutions are mentioned above. The directive principles should be followed for the welfare of the people and the development of the state. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നു? അപ്പൊ ആളുകളുടെ ഉന്നമനത്തിനും നമ്മുടെ സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. While forming laws and policies, governments are trying to implement അപ്പോ അത് ഫ്രെയിം ലോസ്. അപ്പോ ഇത് ഈ ലോസ് ഫ്രെയിം ചെയ്യുമ്പോഴും പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴും കുറെ പോളിസികളൊക്കെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അതിനൊക്കെ സപ്പോർട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള കുറെ തത്വങ്ങൾ അല്ലെങ്കിൽ കുറെ ഡയറക്ഷൻസ് കൊടുക്കുക. അതാണ് ഈ ഒരു ഫണ്ടമെന്റൽ എന്താ പറയുന്ന ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. You have seen that a person can approach the judiciary if the fundamental rights are violated. ഇപ്പൊ റൈറ്റ്സ് വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ പോവാം. ഹൈക്കോടതി, സുപ്രീം കോടതിയിലൊക്കെ നമുക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പോകാൻ പറ്റും. But one cannot approach the court to enforce the directive principles. അപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ പേരിൽ ഒരിക്കലും ആർക്കും കോർട്ടിൽ പോവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശം നമുക്ക് ഇല്ല. ഈ നിർദ്ദേശങ്ങളായതുകൊണ്ട് ഇതിനെ നടപ്പാക്കുന്നത് അത് ഉറപ്പായിട്ടും നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, അതിനെ നമുക്ക് ഒരിക്കലും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ല. They are put into practice through the willpower of the government and the people. അവർ ഈ ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഒരു ഇച്ഛാശക്തിയോടെ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ, ഗവൺമെന്റിന്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫോം ചെയ്യുന്നതും അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും നമ്മുടെ സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. എന്താ, നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അത് മാത്രമല്ല ഗവൺമെന്റ് ആവശ്യമില്ലാതെ അതൊരിക്കലും ചെയ്യത്തില്ല. അപ്പൊ ഇത്തരമുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അതാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ മലയാളം പറഞ്ഞു തരൂ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇതാണ്, അതിന്റെ കറക്റ്റ് മലയാളം നിർദ്ദേശക തത്വങ്ങൾ. അതായത് കുറെ നിർദ്ദേശങ്ങളായി. ഈ സെന്റൻസിന്റെ മലയാളം പറഞ്ഞു. ഈ 133 പേജില് 4ാമത്തെ പോയിന്റ് പറഞ്ഞു തരൂ. വെൽഫെയർ ഓഫ് സിറ്റിസൺ, ഇതാണോ? ഓ, വെൽഫെയർ ഓഫ് സിറ്റിസൺ ബൈ ബിൽഡിംഗ് അപ്പ് എ സിസ്റ്റം ബേസ്ഡ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. അതായത് നമ്മുടെ ഈ ഒരു സാമ്പത്തികമായും അല്ല, ഇപ്പോ അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ ഒരു ന്യൂസ്. ഫ്രീ മെഡിസിൻ ഇൻഷുറൻസ് ഫോർ ദ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് പീപ്പിൾ. അതായത് നമുക്ക് ഇവിടെ സൊസൈറ്റിയില് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അത് ചിലപ്പോ SC ST ട്രൈബ്സ് അതുപോലുള്ള അവർക്കായിരിക്കാം, അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് സിറ്റിസൺസിനായിരിക്കാം. അപ്പൊ അത്തരത്തില് ബാക്ക്വേർഡ്, അതായത് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക്, ഇപ്പൊ സോഷ്യലി, എക്കണോമിക്കലി, ഇപ്പൊ സൊസൈറ്റിയിൽ ബാക്ക്വേർഡ് ആകുമ്പോ കാസ്റ്റ്, അത് ബാക്ക്വേർഡ് കാസ്റ്റ്, പിന്നെ ഇത് നമ്മുടെ സോഷ്യലി, അതുപോലെ തന്നെ പൊളിറ്റിക്കലി. അപ്പൊ ഇതെല്ലാം തന്നെ ഇത്തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്
പല നിയമങ്ങളും അല്ല എങ്കിൽ പല പോളിസീസും എല്ലാം ഗവൺമെന്റ് കൊണ്ടുവരും. അപ്പോൾ അതെല്ലാം ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പെടുന്ന കാര്യങ്ങളാണ്. അതിന്റെ ആ ഒരു നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും അവര് ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇംപ്ലിമെന്റിന്റെ അർത്ഥം എന്തോന്ന്? ഇംപ്ലിമെന്റ് ഇംപ്ലിമെന്റ് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. അതിന് ഡൗട്ട് ഉണ്ടോ? ആ ഏതാ വൈഷ്ണവി? വയലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നിന്ന് നമ്മള് ഇത് ചെയ്യത്തില്ലേ, തെറ്റായിട്ടുള്ള ഒരു വയലേറ്റ് പറയുമ്പോ സംഭവം ഇത് നമുക്ക് ഒരു ഞാൻ അതിന്റെ മീനിങ് പറയുന്നത്, നമുക്ക് ഒരു ഇതുണ്ട്, നമുക്കൊരു അവകാശമുണ്ട്. അത് പക്ഷെ വയലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ നടപ്പിലാക്കാതിരിക്കുക. അപ്പൊ അത്തരം സന്ദർഭങ്ങൾ എന്നാണ് അതിന്റെ മീനിങ്. സംശയമുണ്ട്, ഈ വയലേറ്റഡ് എന്ന് പറഞ്ഞ ഈ ലംഘിച്ചു എന്ന് പറയാൻ പറ്റുമോ? അതാണ് കറക്റ്റ് വേർഡ്, ലംഘിച്ചു. അതാണ് ഞാനും ആലോചിച്ചത്, ലംഘിക്കുക എന്നാണ്. അതാണ് കറക്റ്റ് മലയാളം വേർഡ്. എൻഫോഴ്സ്, അതായത് കോർട്ട് എൻഫോഴ്സ്, cannot approach court to enforce. അതായത് നിയമപരമായിട്ട് അത് എടുക്കാനോ അല്ലെങ്കിൽ കോർട്ടിനോ ഒന്നും അതിൽ ഇടപെടാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ കോർട്ടിൽ നമ്മൾ നടപ്പാക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യുക, അതിനെ നടപ്പാക്കുക എന്നാണ് മീനിങ്. അപ്പൊ ഒരാൾക്കും ഇതിനെ ഇങ്ങനെ നടപ്പാക്കണം അല്ലെങ്കിൽ അത് അങ്ങനെ നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോടതിയിൽ പോയി നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വേറെ വെൽഫെയർ പുരോഗതി. വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോന്ന്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ആരോ ഇടയ്ക്ക് ഒരു സാറിനെ വിളിച്ചു. എന്താ അത് നിങ്ങള് അതിലാ തംസ് അപ്പ് ഓപ്ഷൻ ഉണ്ടല്ലോ, അത് പ്രസ് ചെയ്താലും മതി. എനിക്ക് കാര്യം മനസ്സിലായി. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. അപ്പൊ നമ്മൾ അടുത്ത് നോക്കുന്നത് നിയമവാഴ്ച, റൂൾ ഓഫ് ലോ. നിയമത്തിന്റെ നിയമം എന്താണെന്ന് നോക്കുന്നത്. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവരും സമന്മാരാണ്. വാട്ട് ഡസ് ദിസ് മീൻ? ഇറ്റ് മീൻസ് ദാറ്റ് ഇൻ ഡെമോക്രസി നോബഡി ഈസ് അബവ് ദ ലോ ആൻഡ് ദാറ്റ് ഓൾ ആർ സബ്ജക്ട് ടു ലോ. അപ്പോ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഇൻ ഡെമോക്രസി, ജനാധിപത്യത്തില് ആരും നിയമത്തിന് മുകളിലല്ല, അല്ലെങ്കിൽ നിയമത്തിൽ അതീതരല്ല. എല്ലാവരും നിയമത്തിന് കീഴിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അല്ലെങ്കിൽ നിയമം നമുക്ക് മുകളിലുള്ളത് നിയമമാണ്. അപ്പോ അണ്ടർ ദ ലോ, വി ആർ അണ്ടർ ദ ലോ. സബ്ജക്ട് ലോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും നിയമത്തിന് വിധേയരാണ്. നമുക്ക് മുകളിൽ നിയമമുണ്ട്. അപ്പോ ആ നിയമം അനുസരിച്ച് ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് നിയമം പറയും. അപ്പൊ നിയമം പറയുന്നത് പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. അതാണ് അതിന്റെ ആ ഒരു വ്യത്യാസം. The rule of law was developed in its civilized and modern form based on the British Constitution.
All modern democracies are based on this concept. Our constitution fully imbibes this concept and implements it. Okay. അപ്പോൾ നമ്മുടെ ഈ ഒരു റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുന്നത് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലും അവരെ എഴുതി ചേർക്കുന്ന ഒന്നാണ്. ഇത് നമ്മുടെ ഇതിൽ എങ്ങനെ വന്നു? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇത് കടമെടുത്തിട്ടുള്ളത്. നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ അത് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു നിയമം നമ്മളിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് ഈക്വൽ ആണ്. നമുക്ക് മുന്നിൽ ഇതെല്ലാം ഈക്വൽ ആണ്. സോറി, നിയമത്തിന് മുമ്പിൽ നമ്മൾ എല്ലാവരും ഈക്വൽ ആണ്. വി ആർ നോട്ട് അബൌവ് ദ ലോ, വി ഓൾ ആർ സബ്ജക്ട് ലോ. അതായത് നമ്മൾ വിധേയരാണ്. സബ്ജക്ട് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തിന് വിധേയരാണ്. അപ്പോ ഈ ഒരു ഡെമോക്രസീസ് എല്ലാം ഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ഡെമോക്രസീസ് എല്ലാം ഫോം ചെയ്തിട്ടുള്ളത് ഈ ഒരു കൺസെപ്റ്റിന്റെ ബേസിസിലാണ്. Our constitution fully imbibes this concept. Imbibes means ഉൾക്കൊള്ളുക, ഉൾക്കൊള്ളിച്ച് എന്നത് അല്ലെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് ഈ ഒരു കൺസെപ്റ്റിന്റെ ബേസിസ് ആണ്. അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ, ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന ആ ഒരു തത്വത്തിന്, ആ ഒരു ഫാക്ടിനെ ബേസ് ചെയ്ത് ആണ്. അതിന് ഡൗട്ട് ഉണ്ടോ? സർ ആ ഒരു സെന്റൻസ് ഒന്നുകൂടി പറഞ്ഞുതരുമോ? മറ്റേ 3 സെന്റൻസ്. The rule of law was developed in its civilized and modern form based on the British Constitution. അപ്പോൾ നമ്മുടെ ഈ ഒരു റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒന്നാണ്. അല്ലെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്താണ് നമ്മൾ ഈ റൂൾ ഓഫ് ലോ അല്ലെ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് എടുത്തിട്ടുള്ളത്. ഓൾ മോഡേൺ ഡെമോക്രസീസ്, എല്ലാ പുതിയ ജനാധിപത്യങ്ങളും ആർ ബേസ്ഡ് ഓൺ ദിസ്, ഈ ഒരു കൺസെപ്റ്റിന്റെ ബേസിസിലാണ് നിലനിൽക്കുന്നത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളി എംബൈബ്സ് ദിസ് കൺസെപ്റ്റ് ആൻഡ് ഇംപ്ലിമെന്റ്സ് ഇറ്റ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഈ ഒരു ആശയം പരിപൂർണമായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സർ ഇംബൈബ്സ് എന്ന് വെച്ചാൽ ഉൾക്കൊള്ളുക, ഉൾക്കൊള്ളിക്കുക. കോൺസെപ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു തത്വം അല്ലെങ്കിൽ ആ ഒരു ഐഡിയ. കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഐഡിയ. ആ ഒരു ഐഡിയ എന്താടാ? ഇംബൈബ്സ് ആണ് ഞാൻ പറഞ്ഞത്, ഉൾക്കൊള്ളുക. ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. ഫുഡ് സെക്യൂരിറ്റി ബിൽ പാസ്ഡ്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് ഫെഡറൽ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഞാൻ ഒരിക്കൽ ഫെഡറൽ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇപ്പൊ ന്യൂഡൽഹി, the parliament has passed the food security bill. A guideline has been prepared to ensure the participation of the state and local government. അപ്പോ ഇങ്ങനെ ഒരു നിയമം അവിടെ പാസ്സാക്കുകയാണ്. ഫുഡ് സെക്യൂരിറ്റി ബിൽ എന്ന് പറയുന്ന ഒരു നിയമം അവിടെ പാസ്സാക്കുകയാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസും എല്ലാം തന്നെ നമ്മുടെ ഗവൺമെന്റ് ഫോം ചെയ്തു എന്ന് പറയുന്ന ഒരു ന്യൂസ്. The food security bill was passed by parliament and it became an act in 2013. അപ്പൊ ഫുഡ് സെക്യൂരിറ്റി ബില്ല് പാർലമെന്റ് ആണ് ഇത് ചെയ്യുന്നത്, എന്താ പാസ് ചെയ്തത്. അപ്പോ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഏത് പാർലമെന്റ് ആയിരിക്കും? നമ്മളെ മറ്റേ ഇന്ത്യൻ പാർലമെന്റ് ആണ്. മറ്റേ പാർലമെന്റ് MLA ആയിരിക്കും, MP മാരായിരിക്കും? MP ആണോ? MLA ആണോ? MP ആരായിരിക്കും? MP മാര്. വൈഷ്ണവി ഏതായിരിക്കും? ഞാൻ പറയാം, പ്രസിഡന്റ്. വെറുതെ തെറ്റിക്കാതെ. മെമ്പർ ഓഫ് പാർലമെന്റ് ആരായിരിക്കും? വൈഷ്ണവി ആരായിരിക്കും?
എംപിയുടെ ഫുൾ ഫോം എന്താ? മെമ്പർ ഓഫ് പാർലമെന്റ്. മെമ്പർ ഓഫ് പാർലമെന്റ്. അപ്പൊ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? എംപിമാര്. അപ്പൊ MLA അല്ല, കേട്ടോ സിയാനെ? അതല്ലേ ഞാനും ആദ്യം പറഞ്ഞത്. ആണ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. MLA എന്ന്. ആ എടാ തെറ്റാടാ, MP ആടാ. Aim is to ensure the availability of all food for all sections of people in India. അപ്പോ ഈ നമ്മുടെ ഈ ബില്ല് നമ്മൾ പഠിച്ചതാ. ബില്ല് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ എന്തോ പഠിച്ചതാ, റേഷൻ കടയും അതുപോലുള്ള സംഭവങ്ങളെല്ലാം. അപ്പോ അത് യബിനെ, നിനക്ക് അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും ഒന്നും കേൾക്കാത്തത്. ഓക്കെ, അപ്പോ ഈ ഒരു നിയമം എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡ് കിട്ടണം. ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് റൈറ്റ് ആണ്. അതെല്ലാവരും കിട്ടണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി ബില്ല് വന്നിട്ടുള്ളത്. This act is implemented with the support of the state. അപ്പൊ സ്റ്റേറ്റിന്റെ കൂടെ സപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെ കൂടെ സപ്പോർട്ടോടെയാണ് ഈ ഒരു നിയമം വന്നത്. The state governments are trying to implement it. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ റേഷൻ കടയായാലും എന്ത് തന്നെയായാലും ഗവൺമെന്റ് ഒരു നിയമം പാസ്സായി കഴിഞ്ഞാൽ ഇതിന്റെ ഡ്യൂട്ടി വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന് അത് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. The system of government in India shares power with the central, state and local governments. അപ്പോ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു പവർ എന്നത് ഈ ഇന്ത്യയില് എല്ലാ സിസ്റ്റത്തിലും, അതായത് സെൻട്രൽ ഗവൺമെന്റിൽ വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോക്കൽ ഗവേണൻസിലും വരുന്നുണ്ട്. അതായത് അങ്ങേ അറ്റം മുതൽ ഇന്ന് പഞ്ചായത്ത് തലത്തിൽ വരെ നമുക്ക് ഈ ഒരു പവർ അവിടെ വരുന്നുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നടപ്പാക്കാനായിട്ടുള്ള ആ ഒരു പവർ നമ്മുടെ എല്ലാ ഗവൺമെന്റ് സെക്ഷനും, അതായത് സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെന്റിന് വരുന്നുണ്ട്. ദിസ് ഈസ് നോൺ ആസ് ദ ഫെഡറൽ സിസ്റ്റം. സോ ദ ഗവൺമെന്റിന് ഒരു ഈക്വൽ പവർ അല്ലെങ്കിലും പവർ ഈ ഒരു സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ ലോക്കൽ ഗവൺമെന്റിനും ഒരുപോലെ എന്നല്ല, 3 പേർക്കും ഇതിനുള്ള ഒരു പവർ ഉണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഗവൺമെന്റ് അത് പാസ്സാക്കും, ഒരു ഫുഡ് സെക്യൂരിറ്റി ആണെങ്കിൽ അവരത് പാസ്സാക്കും. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ റോളാണ് ഇത് എങ്ങനെ നടപ്പാക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നടപ്പാക്കുക എന്നുള്ളത്. അതാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആ ഒരു ഡ്യൂട്ടി. ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പഞ്ചായത്ത് സിസ്റ്റം, മുനിസിപ്പാലിറ്റി സിസ്റ്റം, ഇതൊക്കെ ഉണ്ടല്ലോ, അതാണ് ഈ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ലോക്കൽ ഗവൺമെന്റ് അതിന് ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് അത് കേക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഈ ഒരു ലോക്കൽ ഗവൺമെന്റ് ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ അവ പറയുന്നത് ഈ ലോക്കൽ ഗവേണൻസ് എന്ന് പറയുമ്പോ നമ്മുടെ അമെന്റ്മെന്റ് 73rd amendment and 74th amendment says about the local governments like Panchayati Raj system and municipalities. The power affected in Panchayati Raj, Panchayat Samiti and this Zilla Parishad and municipalities and corporations. അപ്പൊ അങ്ങനെ 2 നിയമം, 2 അമെന്റ്മെന്റ്സ് നമുക്ക് അവിടെ ഉണ്ട്, 73rd ഉം 74th. ഞാനത് അല്ലാതെ പറയുന്നത്. ഒരു കാര്യം, അമെന്റ്മെന്റ് 73ലാണ് ഈ പഞ്ചായത്ത് രാജ് 73ല, അതായത് പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. അല്ല എങ്കിൽ നമ്മുടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. കേരളത്തിൽ അങ്ങനെയാ പറയുന്നത്. അല്ലാതെ 73rd amendmentല് ഇതുള്ളത് പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നാണ് അതിനെ പറയുന്നത്. പഞ്ചായത്ത് രാജ് സിസ്റ്റം 73rd amendment. അതിലാണ് വരുന്നത് പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. ജില്ലാ പരിഷത്തിന്റെ സ്പെല്ലിംഗ് ZILLAPARISHAD.
പരിഷത്ത് PARI. ഒന്നും കേട്ടില്ല സർ, ഒന്നും കേട്ടില്ലേ? ഓക്കെ, ZILL സില്ല, പരിഷത്ത് PARISHAD, പരിഷത്ത്. പഞ്ചായത്തും പരിഷത്തും അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത ലെവലിലാണ് പഞ്ചായത്ത് സമിതി. ഫസ്റ്റ് പഞ്ചായത്ത് സമിതി, അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും അപ്പർ ബോഡിയാണ് പഞ്ചായത്ത് ജില്ലാ പരിഷത്ത്. അല്ല എങ്കിൽ നമ്മുടെ കേരള ബേസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നതും പഞ്ചായത്ത് സമിതി എന്ന് പറയുന്നതും സെയിമാണ്. ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നതും ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന് പറയുന്നതും സെയിമാണ്. അമെൻമെന്റ് 74 Amendment 74 മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ. മുനിസിപ്പാലിറ്റി മാത്രമല്ല, മുനിസിപ്പാലിറ്റി ആണ് അമെൻമെന്റ് 74 വരുന്നത്. മുനിസിപ്പാലിറ്റീസ്. കോർപ്പറേഷൻ ഏതിലാണ്? അതിൽ തന്നെ എഴുതാം, 74 വരും. കോർപ്പറേഷൻ ആണ്, കോർപ്പറേഷൻ ആണ്. കോർപ്പറേഷൻ COR. സാർ ഇത് പറഞ്ഞു തന്നതിന് നന്ദി. എന്താടാ ഇത്രയും കാര്യം കൂടി കിട്ടിയല്ലേ. ഓക്കെ, അപ്പൊ എടാ ഇതുണ്ടല്ലോ ഓഫ് ദ റെക്കോർഡ്. അപ്പൊ ഈ ഒരു സിസ്റ്റം, അതായത് നമ്മുടെ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങള് എന്താണ് ലോക്കൽ ഗവൺമെന്റ് എന്നും പഠിച്ചു. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനെയാണ്, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു പവർ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംയുക്ത ഭരണ വ്യവസ്ഥ. അതാണ് ഫെഡറൽ സിസ്റ്റം പറയുന്നത്. സംയുക്ത, അതായത് ടോട്ടലി എല്ലാവർക്കും, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഈ 3 ടീമിനും ഒരുപോലെ അവർക്ക് അതിന് റോൾ ഉണ്ട് ഇതിന് ഇംപ്ലിമെന്റേഷൻ. അതിനെയാണ് നമ്മൾ നീ വീഡിയോ ഓഫ് ചെയ്ത് ഞാൻ പറയുമ്പോൾ ഓണാക്കണം. Contrary to the federal system, if all the power is vested to a central government, it is known as unitary system. ഹലോ എടാ കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ കേൾക്കാമോ? എനിക്ക് കേൾക്കാം, നിനക്ക് കേട്ടുടന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് കൂടെ പറയാം, ഒന്നും കേട്ടില്ലേ? എടാ ഇപ്പൊ ഇത് ഫെഡറൽ സിസ്റ്റം. ഇനി യൂണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വാട്ട് ഈസ് യൂണിറ്ററി സിസ്റ്റം? ഓൾ പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ ദി സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് മാത്രമാണ് കംപ്ലീറ്റ് പവർ കൊടുക്കുന്നതെങ്കിൽ അതിനെ നമ്മള് എന്ന് പറയുന്ന യൂണിറ്ററി സിസ്റ്റം എന്ന് പറയും. അപ്പൊ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത് 1 പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് മാത്രം അതിനെ പരിപാലിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് മാത്രം തീരുമാനിച്ച് സെൻട്രൽ ഗവൺമെന്റ് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയും. അതല്ല നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റമാണ്. പക്ഷെ കോൺട്രറി ടു ദിസ്, അപ്പോ അതായത് ഇതിന് എതിരായിട്ട് അല്ലെങ്കിൽ ഇതിന് ബദലായിട്ട് ഈ ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ളതാണ് യൂണിറ്ററി സിസ്റ്റം. ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഒരാളുടെ തീരുമാനം, ഏകാധിപത്യം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സിസ്റ്റം, അതിനെ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയും. സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഈ കേന്ദ്ര ഇതാണ്, കേന്ദ്ര ഗവൺമെന്റ് മാത്രം. ബട്ട് ഇന്ത്യ ഈസ് എ വാസ്റ്റ് നേഷൻ ഫുൾ ഓഫ് ഡൈവേഴ്സിറ്റി. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ദ ഫെഡറൽ സിസ്റ്റം helps to maintain the unity of India amid such regional diversity. അപ്പോ ഈ വൈവിധ്യത അല്ലെങ്കിൽ ഈ ഒരു വൈവിധ്യതയും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട്, ഉൾക്കൊണ്ട് ഒന്നിച്ച് നിർത്താനായിട്ട് ഈ ഒരു ഫെഡറൽ സിസ്റ്റം നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ യൂണിറ്ററി സിസ്റ്റം അല്ല, നമ്മുടെ ഫെഡറൽ സിസ്റ്റം ആണ്.
എല്ലാവർക്കും കൂടെ ഉള്ള ആ ഒരു ഭരണം അത് നമുക്ക് നമ്മുടെ രാജ്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഡൗട്ട്സ്? അമിഡ്സ്റ്റ് എന്ന് പറയുന്നത് അത് ആ ഒരു ഉൾക്കൊണ്ടുകൊണ്ട് എന്നുള്ള ആ ഒരു മീനിങ് ആണ്. അതായത് ആ ഒരു യൂണിറ്റിയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആ ഒരു ഡൈവേഴ്സിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വൈവിധ്യതയെ എല്ലാം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് ഡൗട്ട് ഉണ്ട് പറയടാ. സാർ. ഈ യൂണിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ഗവൺമെന്റ് മാത്രം കൊണ്ടുപോകണല്ലേ? അതെ. അപ്പോൾ ഈ ഫെഡറൽ സിസ്റ്റം എല്ലാ ഗവൺമെന്റും കൊണ്ടുപോകണതാണ്? അത് നമ്മുടെ ഇപ്പൊ ഫെഡറൽ സിസ്റ്റം അല്ലേ. അതായത് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ലോക്കൽ സെൽഫ് ഗവേണൻസ് ഗവൺമെന്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടെ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാരും കൂടെ ചെയ്യുന്നതാണ് നമ്മള് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ മറ്റേതിനാണെങ്കിൽ യൂണിറ്ററി ഗവൺമെന്റ് ആണെങ്കിൽ അവര് തന്നെ തീരുമാനിക്കും, അവര് തന്നെ എല്ലാ തീരുമാനവും എടുക്കും, അവര് തന്നെ എല്ലാം ചെയ്യാൻ നിൽക്കും. അതിനാണ് യൂണിറ്ററി ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും അല്ലേ? ഡൈവേഴ്സിറ്റി അതായത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാരും എന്താ പറയുന്നത്, നമ്മുടെ പല കൾച്ചർ ഉണ്ട്, പല റിലീജിയൻ ഉണ്ട്, പല ഇതുണ്ട്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പൊ കൾച്ചർ തന്നെ പല രീതിയിലാണ്, ഡ്രസ്സ് തന്നെ ഓരോ സംസ്ഥാനത്ത് ഓരോ രീതിയിലാണ്. അപ്പൊ അതെല്ലാം കൂടെ അക്സെപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം. വേറെ any more doubts or can we move on to next topic? വേറെ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് തീരും. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എഴുതിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് നമുക്ക് അതിന്റെ ഒരു കോപ്പി കിട്ടും. അല്ല എങ്കിൽ നമുക്ക് ഒരു തെളിവിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ ടെക്സ്റ്റ്. ഒരു ടെക്സ്റ്റിന്റെ ഫോമിൽ, ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഫോമിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഇറ്റ്സ് വേൾഡ്സ് ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും ലെങ്ത് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ളതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏറ്റവും കുഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവരുടേത്, ആരുടെയാ, അമേരിക്കയുടേത്. അമേരിക്കയുടേത് വെറും 27 ആർട്ടിക്കിളേ ഉള്ളൂ, വെറും 27. ഇതാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ 395 ആർട്ടിക്കിൾസ് നമുക്കുണ്ട്. There are written and unwritten constitution in the world. അപ്പൊ നമ്മുടെ പല രാജ്യങ്ങളും എഴുതിയിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, പല രാജ്യങ്ങളും എഴുതിയിട്ടില്ല. Unwritten constitution means document which is not written in the form of a text. അപ്പോ ഈ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റിന്റെ ഫോമില് എഴുതിയിട്ടില്ലാത്തതിനെയാണ് നമ്മൾ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ടെക്സ്റ്റിന്റെ ഫോമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ടെക്സ്റ്റിന്റെ ഫോമിൽ എഴുതിയിട്ടില്ല എങ്കിൽ അത് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. Constitutional laws and rules exist in different places in different forms like royal decrees, court orders, customs and traditional practice. അപ്പോ ഇത് നമ്മൾ പറയുന്ന അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് എഴുതപ്പെടാത്ത ഭരണഘടനയാണെങ്കിൽ അവരുടെ ആ ഒരു നിയമം എല്ലാം കിടക്കുന്നത് പല വഴിക്ക്. അതായത് പല ഇപ്പോ രാജശാസനങ്ങളായിട്ടായിരിക്കും, അല്ലെങ്കിൽ കോർട്ട് ഓർഡേഴ്സ് അതായത് കോടതി വിധികളായിട്ടായിരിക്കും, പിന്നെ കുറെ കസ്റ്റംസ് ആചാരങ്ങളായിരിക്കും, അല്ലെങ്കിൽ ട്രഡീഷണൽ പ്രാക്ടീസസ്, അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങൾ, അവർ പണ്ട് തൊട്ടേ ശീലിച്ചു വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിയമം പാലിച്ചു വന്ന കാര്യങ്ങളായിരിക്കും. ഇത്തരം രീതികളിൽ പല വഴിക്ക് കിടക്കുന്ന സാധനമാണ് ഈ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ കുറച്ച് രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളതും ടെക്സ്റ്റ് ആയിട്ട് എഴുതാത്തതും. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ ബ്രിട്ടൻ,
ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഇവർക്കൊന്നും ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടില്ല. അവരെല്ലാം പല വഴിക്ക് കിടക്കുന്നത്. പക്ഷെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസോ ഇന്ത്യ, USA, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇവിടെ എല്ലാം തന്നെ എഴുതിയിട്ടുള്ളത് ആണ്. ഇതേപോലുള്ള മിക്കയിടത്തും അത് എഴുതിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഇത് എഴുതപ്പെടാതെ ഉള്ളത്. അതായത് ഇത് ഭരണഘടന എഴുതപ്പെടാതെ ഉള്ളത്, ടെക്സ്റ്റിന്റെ രൂപത്തിലാക്കാതെ ഉള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഇത്രയേ ഉള്ളൂ. വാട്ട് ഈസ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, വാട്ട് ഈസ് അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. Any doubts? ജീവ സാർ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് ആ സെന്റൻസ് ഒന്നും കൂടെ പറയൂ. Constitutional laws and rules exist in different places in different forms. നമ്മുടെ അതിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ലോസ് അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. നമുക്കെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒറ്റ ബുക്കാ, ഒറ്റ ടെക്സ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ അവർക്കെന്ന് പറയുന്നത് ഇത് പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുക. എവിടെയൊക്കെയാണ്? ലൈക്ക് റോയൽ ഡിക്രീസ്, അതായത് രാജശാസനങ്ങള്, അതുപോലെ തന്നെ കോർട്ട് ഓർഡേഴ്സ്, വിധികൾ, കോർട്ട് ഓർഡേഴ്സ്, ഇത് എന്താ പറയുന്നത്, കോടതി വിധികൾ, അതുപോലെ തന്നെ കസ്റ്റംസ്, ഓരോ ആചാരങ്ങള്, പിന്നെ ട്രഡീഷണൽ പ്രാക്ടീസ്, അവര് നടത്തിക്കൊണ്ടുവന്ന ട്രഡീഷണൽ പ്രാക്ടീസ്, അല്ലെങ്കിൽ അത് കീഴ്വഴക്കങ്ങള് എല്ലാം. അത് അത്തരത്തിലൊക്കെ ആയിരിക്കും അൺറിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. അപ്പൊ ഈ നമ്മളെ ഈ ഇന്ത്യയിൽ ഏറ്റവും ഈ നിയമങ്ങളെല്ലാം ചെയ്യണത് ഈ കോടതി വഴിയാണല്ലേ? അതെ, അതായത് നിയമം ഉണ്ടാക്കുന്നത് തന്നെ നിയമം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ ഈ ഒരു പോളിസി മേക്കേഴ്സ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ഈ ലെജിസ്ലേഷൻ, അതായത് നമ്മുടെ MP-മാരെല്ലാം കൂടെ പാസ്സാക്കും, ലോക്സഭയിൽ പാസ്സാക്കും. അത് കഴിഞ്ഞിട്ട് അത് പാസ്സാവണം, അത് നേരെ രാജ്യസഭയിലോട്ട് വിടും. രാജ്യസഭയിൽ വിട്ടതിന് ശേഷം അതടുത്ത് പ്രസിഡന്റിലേക്ക് പോകും. പ്രസിഡന്റിന് വലിയ റോളില്ല. പ്രസിഡന്റ് എന്തെങ്കിലും കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. പ്രസിഡന്റ് സൈൻ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരും. എന്നിട്ട് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് പ്രസിഡന്റിന്റെ അടുത്ത് പോകും. അങ്ങനെയാണ് ഇത് പാസ്സാവുന്നത്. പക്ഷെ പാസ്സാവുന്ന സമയത്ത് കോടതിക്ക് ഇടപെടാം. ഇതിൽ എന്തെങ്കിലും സജഷൻ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം. അത് ഒരു വലിയൊരു പ്രോസസ്സാണ്. ഞാൻ പറയും കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. നമുക്ക് സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നീട് അതിനെ കുറിച്ച് ഒരു ക്ലാസ് നമുക്ക് വെക്കാം. നെക്സ്റ്റ് ടോപ്പിക്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. അപ്പോ നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. നമ്മുടെ ഇൻഡിപെൻഡന്റ് ഒരു അപ്പെക്സ് ബോഡി എന്ന് പറയാം. ജുഡീഷ്യറി ഇസ് അപ്പെക്സ് ബോഡി. അതാണ് അതിനൊരു പ്രോപ്പർ വേർഡ് എന്ന് പറയുന്നത്. കാരണം അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നാണ്. അത് ആർക്കും അല്ലെങ്കിൽ ആരുടെ അണ്ടറിലല്ല ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത്. There is an independent judiciary in our country to protect the citizens' rights. അപ്പോൾ നിയമങ്ങൾ കറക്റ്റ് ആയിട്ട് പരിപാലിക്കാനായിട്ട് അവര് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. The main duty of judiciary is to legally protect the people and to punish the guilty. അപ്പോ നിയമപരമായിട്ട് ജനങ്ങളെ സംരക്ഷിക്കുകയും തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനും ഉള്ളതാണ് നമ്മുടെ ഒരു ജുഡീഷ്യറി എന്ന് പറയുന്നത്. Judiciary is independent from the influence of the legislature and the executive, the two other organs of government. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് 3 organs ആ ഉള്ളത്, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പൊ അതില് നമ്മുടെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ഒരുമിച്ച് വർക്ക് ചെയ്യും. പക്ഷെ ഒരിക്കലും ജുഡീഷ്യറിക്ക് അത് ഒരുമിച്ച് വർക്ക് ചെയ്യത്തില്ല. കാരണം ജുഡീഷ്യറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോ പരസ്പരം ഇവര് 3 പേരും ഇവരുടെ ഇംപ്ലിമെന്റേഷനും നിയമങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുന്ന ഒന്ന്. അതിനാണ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയും. അപ്പൊ അത് തന്നെ ഈ ലെജിസ്ലേറ്റീവിനും എക്സിക്യൂട്ടീവിന്റെ ഇൻഫ്ലുവൻസിൽ ഒരിക്കലും നമ്മുടെ കോടതി വീഴത്തില്ല. ജുഡീഷ്യറി എന്ന് പറയുന്നത് എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കും. ആ ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ മോദി പ്രൈം മിനിസ്റ്റർ തെറ്റ് ചെയ്താലും അതിനെ തെറ്റായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് നമ്മുടെ ജുഡീഷ്യറിക്ക് സാധിക്കും. അതാണ് നിയമം, റൂൾ ഓഫ് ലോ. ഓൾ ആർ ഈക്വൽ ടു ലോ. എല്ലാവരും നിയമത്തിന് അണ്ടറിലാണ് അല്ലെങ്കിൽ അധീനതയിൽ ആണ്.
Such an independent judiciary is an unique feature of the Indian Constitution. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ജുഡീഷ്യറി തന്നെയാണ്. ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോഡി ആയതുകൊണ്ട്. അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ ഇതേപോലെ തന്നെയാ, അവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇനി ജുഡീഷ്യറിയുടെ അപ്പോയിന്റ്മെന്റ്സ് എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ യാതൊന്നും ഇതിലില്ലാത്ത കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതിനുള്ള ശ്രമിച്ചാൽ മതി. ജുഡീഷ്യറിയുടെ അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ്. അതില് വേറെ ഗവൺമെന്റിന് ഒന്നും ഒന്നും തീരുമാനിക്കാനുള്ള അവകാശമില്ല. പ്രസിഡന്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് ഇവരെ അപ്പോയിന്റ് ചെയ്തത്. ഇപ്പോ ഇലക്ഷൻ കമ്മീഷൻ ആയാലും അതുപോലെ തന്നെ ജുഡീഷ്യറി, സുപ്രീം കോടതി ജഡ്ജിമാരെ ആയാലും അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. അപ്പൊ ഇതിൽ എന്താ ഡൗട്ട് ഉള്ളത്? എക്സിക്യൂട്ടീവിന്റെ മലയാളം പറഞ്ഞു തരൂ. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവിന്റെ മലയാളം ചോദിച്ചു കഴിഞ്ഞാല് ഈ അവരുടെ ഡ്യൂട്ടീസ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഓരോന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലേ, ഇപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യൽ, ഇപ്പൊ കളക്ടർ അതെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് ജീവനക്കാർ, അവരെല്ലാം എക്സിക്യൂട്ടീവ്സ്. ഒരു നിയമം എന്ന് പറയുന്ന നിയമത്തെ അവര് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരാണ് എക്സിക്യൂട്ടീവ്സ്. ഇത് തീരുമാനിക്കുന്നത് പാർലമെന്റ്, ലെജിസ്ലേറ്റീവ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് പെർമനന്റ് ആൻഡ് നോൺ പെർമനന്റ് എക്സിക്യൂട്ടീവ്സ്. അതായത് പെർമനന്റ് ആൻഡ് ടെമ്പററി എക്സിക്യൂട്ടീവ്സ്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത്, ഇത് പെർമനന്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ഈ കളക്ടർ അല്ലെങ്കിൽ അതുപോലുള്ള ഒഫീഷ്യൽ, ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അവരാണ് ഈ ഒരു എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ഗവർണർ ആണ്. എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ഗവർണർ അല്ല. എക്സിക്യൂട്ടീവ് ഹെഡ് ഇത് പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റ് ആവണം. പ്രസിഡന്റ് തന്നെയാണ്. അല്ല, ഗവർണറിന് അതിനൊരു റോളില്ല. പ്രസിഡന്റ് ആണ്. ഗവർണറിന്റെ ഇത് എന്തോന്നാണ്? ഗവർണറിന് സ്റ്റേറ്റിന്റെ കാര്യങ്ങളാണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ഇന്ത്യയുടെ വരുന്നത് സ്റ്റേറ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്. സ്റ്റേറ്റിന്റെ ഹെഡ് എന്നല്ല, അതിന് ഇത് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ഗവർണർ, സ്റ്റേറ്റിന്. പക്ഷെ ഇതിന്റെ സ്റ്റേറ്റിന്റെ കംപ്ലീറ്റ് ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആയിരിക്കും. വൈഷ്ണവി എന്താ? സർ, ഗിൽറ്റി. തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്യുക. വേറെ അപ്പൊ ഇതിലടുത്ത് നോക്കാനുള്ളതാണ് ഫോംസ് ഓഫ് ആ ഒരു ഹയറാർക്കി, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആ ഒരു ഹയറാർക്കി. ഇത് ഈ ഒരു ഇതിൽ ഉണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ വരുന്നതാണ് സുപ്രീം, അതായത് സുപ്രീം കോർട്ട്, ഏറ്റവും ഹയർ അതോറിറ്റി. അതായത് നമുക്ക് താഴേന്ന് വരുന്നത് ഏറ്റവും ബേസിൽ വരുന്നത് നമ്മുടെ മുനിസിപ്പൽ കോർട്ട് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോർട്ട്. അതായത് നമ്മുടെ സാധാ കോടതികൾ, നമ്മുടെ നെയ്യാറ്റിൻകരയിലുണ്ട്, മുനിസിപ്പൽ കോടതിയുണ്ട്. അപ്പോൾ ആ സാധാ അല്ലെങ്കിൽ ജില്ലാ കോടതി അപ്പൊ ഈ ഏറ്റവും താഴെത്തട്ടിൽ വരുന്ന ഏറ്റവും ആദ്യം അപ്രോച്ചബിൾ ആയിട്ടുള്ള കോർട്ടാണ് നമ്മുടെ മുനിസിപ്പൽ കോർട്ട് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സബ് കോർട്ട്. സബ് കോർട്ട് എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുകളില് ഇത് സബ് കോടതി എന്ന് പറയുന്നത്, ഇതില് നടക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്ത് സബ് കോടതി പോവാം. അതിന്റെ തൊട്ട് മുകളിൽ വരുന്നത് ഡിസ്ട്രിക്ട് കോർട്ട്, ജില്ലാ കോടതി. അതിന് മുകളിൽ ഹൈക്കോടതി, അതിന്റെ ഏറ്റവും മുകളിലാണ് സുപ്രീം കോടതി. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഹയറാർക്കിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഫാമിലി കോർട്ട് ഏതാണ്? ഫാമിലി കോർട്ട് അതും ഏറ്റവും അടിയല്ലേ? ഏറ്റവും താഴെ വരുന്നതാ. നമ്മുടെ സിവിൽ കേസസുകളൊക്കെ എടുക്കുന്നത്, സിവിൽ കേസ് എന്ന് പറയുന്നത് ഈ പൈസയുടെ അല്ലെങ്കിൽ വസ്തുവിന്റെ ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നത് എടുക്കുന്നതെല്ലാം മുനിസിപ്പൽ കോടതിയിലാണ് ഫസ്റ്റത്തെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത്. അല്ലെ മുനിസിപ്പൽ കോടതിയിലാണ് നമ്മൾ പോയി അത് ചെയ്യേണ്ടതും എല്ലാം. നമ്മുടെ സാധാ കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസും അതെല്ലാം തന്നെ.
അപ്പൊ ഇവിടുത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ? ഏതാണ് ഏറ്റവും സുപ്രീം കോർട്ട്. Supreme. വിച്ച് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഇൻ ദ സ്റ്റേറ്റ്? High ഹൈക്കോർട്ട്. ഹൈക്കോർട്ട്. Which is the lowest court that deals with civil cases? Civil cases ചെയ്യുന്ന ഇത് Municipal court. മുനിസിപ്പൽ കോർട്ട്. സിവിൽ കേസസ് ഏറ്റെടുക്കുന്നത് മുനിസിപ്പൽ കോർട്ട്. അടുത്ത മജിസ്ട്രേറ്റ് കോർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിമിനൽ കേസസ് ആണ് അവിടെ എടുക്കുക. ക്രിമിനൽ കേസസ്. അപ്പോൾ വിച്ച് ഈസ് ദ ലോവസ്റ്റ് കോർട്ട് ദാറ്റ് ഡീൽസ് വിത്ത് ക്രിമിനൽ കേസസ്? മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റ് കോർട്ട്. അപ്പൊ ഈ സബ് കോർട്ടാ? എന്താടാ ഈ സബ് കോർട്ട് എന്തോന്നാണ്? സബ് കോർട്ട് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിഞ്ഞിട്ട് അപ്പീലായിട്ട് പോകത്തില്ലേ, അതാണ് അടുത്ത ലെവൽ സബ് കോർട്ട് എന്ന് പറയുന്നത്. Sir, എന്റെ ടെസ്റ്റിൽ ആൻസർ എഴുതിയിട്ടുണ്ട്. സാർ ഇന്ത്യയിലെ സബ് കോർട്ട്, ഈ ഇന്ത്യയിലെ സുപ്രീം കോടതി എവിടെയാണ്? ഡൽഹി. ഡൽഹി. അതാണ് കോടതി എന്നുള്ളത്. കോടതിയുടെ അത്രേ ഉള്ളൂ. അതിലെന്താ ഡൗട്ട് ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല സാർ. ഇപ്പൊ ഡിസ്ട്രിക്ട് കോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ജില്ലാ കോടതി. ജില്ലാ കോടതി എന്ന് പറയുമ്പോൾ അതും ഇതേപോലെയാണ്. ഇതിൽ നിന്ന് അപ്പീൽ കൊടുത്തു പോകുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഈ ജില്ലാ കോടതി എന്ന് പറയുന്നത്. എന്തായാലും ചോദിക്കാനുണ്ടോ? Sir, ഹൈക്കോർട്ട് എവിടെയാണ്? ഹൈക്കോർട്ട് കേരളത്തിന് ഹൈക്കോർട്ട് കൊച്ചിയില്ല. ഓരോ സ്റ്റേറ്റിലും ഹൈക്കോർട്ട്സ് ഉണ്ട്. മുനിസിപ്പൽ കോർട്ട് എവിടെയാണ്? വഞ്ചു റെയിൽവേ സ്റ്റേഷൻ ഇപ്പത്തേക്ക് എന്തോന്നാണ്? അതിവിടെ പല സ്ഥലങ്ങളിലുണ്ട്. എന്താണ് അശ്വിൻ? നമ്മളെ വഞ്ചൂര് ആയിരിക്കണം. അതെന്തോന്നാണ്? ഡിസ്ട്രിക്ട് കോർട്ടാണ്. അത് മജിസ്ട്രേറ്റ്. അത് ഡിസ്ട്രിക്ട് കോർട്ട് വഞ്ചൂരുള്ളത്. ഇപ്പോ മുനിസിപ്പൽ കോർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇത് നെയ്യാറ്റിൻകര ഉണ്ട്, എനിക്കോട് നെടുമങ്ങാട് ഉണ്ടെന്ന് തോന്നുന്നു. മജിസ്ട്രേറ്റ് അതുപോലെ തന്നെ നെയ്യാറ്റിൻകര, ഇത് ട്രിവാൻഡ്രം, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട്. സബ് കോർട്ട് ഒക്കെ എവിടെയുണ്ട്? സബ് കോർട്ട് ഇവിടെ കേരളത്തിൽ എവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അത് നോക്കാം, നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഉണ്ടെന്നുള്ള. സുപ്രീമിനായിട്ട് വലുതില്ലല്ലോ. സുപ്രീം കോർട്ട് ഡൽഹിയിലല്ലേ? സുപ്രീം കോർട്ട് ഡൽഹിയില്. ആ ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ. ഒറ്റ സുപ്രീം കോർട്ടേ ഉള്ളൂ ഇന്ത്യക്ക്. അപ്പൊ ഇന്ത്യയിൽ ഒരു സുപ്രീം കോർട്ട് മാത്രമേ ഉള്ളൂ? ഇന്ത്യക്ക് ഒരു സുപ്രീം കോർട്ടേ ഉള്ളൂ. സാർ അതിനെക്കാട്ടി വലുതില്ലല്ലോ. അല്ല, അതിനേക്കാൾ വലുത് ആരുമില്ല. സുപ്രീം കോർട്ടാണ് ഏറ്റവും മുകളിലുള്ളത്, ഏറ്റവും ഇതിലുള്ളത്, പവറുള്ള സുപ്രീം കോർട്ട് തന്നെ. അതുകൊണ്ടാണ് സുപ്രീം കോടതി ജഡ്ജിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഡയറക്റ്റ് ആയിട്ടാണ്. അത് അല്ലാതെ ഗവൺമെന്റിനൊന്നും തീരുമാനിക്കാൻ പാടില്ല. എന്താടാ ജീവൻ വയ്യാത്തോല്ലോ ഒരുമാതിരിയൊക്കെ ഇരിക്കുന്നു. എന്താ ജീവ? അടുത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. എന്താണ് അമെൻമെന്റ്? നമ്മളിങ്ങനെ അമെൻമെന്റ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ 73rd അമെൻമെന്റ് പറഞ്ഞു, 74th അമെൻമെന്റ് പറഞ്ഞു. അടുത്ത വേറെ ഏതൊക്കെ അമെൻമെന്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു? 42nd അമെൻമെന്റ് പറഞ്ഞെന്ന് തോന്നുന്നു. പ്രിയാമ്പിൾ പറഞ്ഞിട്ട്. 42nd അമെൻമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയാമ്പിളിൽ കുറച്ച് വേർഡ്സ് അവർ ആഡ് ചെയ്തു. സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്ന കുറച്ച് വേർഡ്സ് ആഡ് ചെയ്തു. അതിനാണ് നമ്മുടെ 42nd അമെൻമെന്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഇല്ല പഠിക്കാനായിട്ട്. സംശയമാണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ സ്പോർട്സ് പരമായ കാര്യങ്ങൾ, ഈ സ്പോർട്സ്, മ്യൂസിക്, എല്ലാ കാര്യങ്ങളും ഉണ്ടോ? എടാ അതൊക്കെ എന്ന് പറയുന്നത് എന്താ, അതെല്ലാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതും സോഷ്യൽ ഇംപ്രൂവ്മെന്റുമായിട്ട് എന്താ ബന്ധം? അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വളർച്ചയും ഈ സ്പോർട്സുമായിട്ട് എന്താ ബന്ധം? അതൊന്നുമില്ല. അതാണ്. അപ്പൊ അതെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നത്. അല്ല സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ സ്പോർട്സിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ അതെല്ലാം ചെയ്യാനുള്ള അവകാശം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നു. ഓക്കെ. അപ്പോ was the right of education a fundamental right when the constitution
came into force. You have already seen that it was made a fundamental right later. അപ്പോൾ ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ദ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 years of age. അപ്പോൾ 6 തൊട്ട് 14 വയസ്സിലുള്ള പിള്ളേർക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ആണ്. അതെന്ന് പറയുന്നത് എങ്ങനെ വന്നു? അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വന്നു. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതും ഇതേപോലെ ഒരു അമെൻമെന്റിലൂടെയാണ് വന്നത്. അപ്പോ if so, where was the education mentioned in the constitution? Right to education became a fundamental right through a constitutional amendment made by the parliament in 2002. 2002-ല് ഒരു അമെൻമെന്റിലൂടെയാണ് നമ്മുടെ ഇത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വന്നത്. അത് ഏത് അമെൻമെന്റ് ആണെന്ന് അറിയാമോ? എടാ നിങ്ങളൊക്കെ പോയോ? ഹലോ ആരും ഇവിടെ ഇല്ലേ? അല്ലെ ആരും മിണ്ടാതിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഓക്കെ, നമ്മുടെ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ആക്ട് വന്നത്, ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വന്നത് ഒരു അമെൻമെന്റിലൂടെയാണ്. In 2002, that's 86th amendment. 86th amendmentലൂടെയാണ് ഈ ഒരു ലോ വരുന്നത്. അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു, എഴുതി വെച്ചു. എക്സാമിൽ ഞാൻ ചോദിക്കും 1 word ഒക്കെ അല്ലെ വേണ്ട, അല്ലാതെ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എക്സ്ട്രാ അരമാർക്കുകൾ ഞാൻ തരും. 86th amendment, right to education became a fundamental right. അല്ലെങ്കിൽ ഇതിന്റെ സൈഡിലൂടെ എഴുതി വെച്ചാൽ amendment 86th amendment എന്ന് ഇവിടെ ഈ 2002-ന്റെ അടുത്ത് ഇവിടെ എഴുതി വെച്ചാൽ മതി. ഇവിടെ 86th amendment എന്നുള്ള കാര്യം. 86th amendment. ആ 86th amendment. സോറി, എഡ്യൂക്കേഷന്റെ ഇത്. അതെ, in 2002. AMENDMENT amendment. പക്ഷെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നത് 2009-ലാണ്. 2005 2009 ആണ്. പക്ഷെ ഈ ഒരു അമെൻമെന്റ് വന്നത് നേരത്തെ 2002-ല് വന്നു. Addition and deletion made in constitution is known as constitutional amendments. അപ്പോ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചില കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഈ ഒരു എന്താ പറയുന്നത്, ഇത് അമെൻമെന്റ്സ് എന്ന് പറയുന്നത്. Addition and deletion made in the constitution is known as constitutional amendments. Constitutional amendmentsലൂടെ അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, നല്ലതാണ്. ഇത് അശ്വന്റെ ഇത് പിക്ചർ അതായി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ അഡീഷനും ഡിലീഷനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് നടത്താൻ പറ്റുന്നതിനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. The parliament has the power to modify the constitution as per the need of time. സമയമനുസരിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ മോഡിഫിക്കേഷൻ നടത്താനുള്ള അവകാശം നമ്മുടെ ഗവൺമെന്റിന് ഉണ്ട്, അല്ലെങ്കിൽ പാർലമെന്റിന് ഉണ്ട്. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷനെ തിരുത്തിയെഴുതാൻ അനുവാദമില്ല. അതായത് അതിന്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റാനായിട്ടുള്ള അവകാശം ഗവൺമെന്റിനില്ല. പക്ഷെ ഇതിൽ ചേഞ്ചസ് വരുത്താനായിട്ട്, അല്ലെങ്കിൽ ഇത് വേറെ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാനും മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റാനുമുള്ള അവകാശം ത്രൂ അമെൻമെന്റ്സ് ഉണ്ട്. പക്ഷെ ബേസിക് കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റാനും പാടില്ല. But the basic principle of the constitution can never be changed. ഞാൻ പറഞ്ഞത് തന്നെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. The right to property was a fundamental right in the beginning. Right to property എന്ന് പറയുന്നത് ഇത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. എല്ലാവർക്കും വസ്തു വേണം എന്നുള്ള ആ ഒരു ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് ഡിലീറ്റഡ് ഫ്രം ദ ലിസ്റ്റ് ത്രൂ 44th amendment. 44th amendmentലൂടെ അല്ലെ 44th amendment പറഞ്ഞു
ഇത് അങ്ങനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആവേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അതിനെ ഡിലീറ്റ് ചെയ്യാം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ 44th അമെന്റ്മെന്റിലൂടെ അവരത് ഡിലീറ്റ് ചെയ്തു. How far the constitution amendment effective in incorporating periodical changes? ഓരോ ടൈം അനുസരിച്ച് എങ്ങനെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്സ് അവിടെ നമുക്ക് എഫക്റ്റീവായി വരുന്നത്? All the citizens, institutions and organizations in India have to obey the constitution. We are bound to live as per the constitution and safeguard. അപ്പോ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഞാനിത് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഈ ഒരു നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് we should obey the law and we should obey our constitution and we should safeguard. Safeguard എന്ന് പറയുന്നത് പരിപാലിക്കുക. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ആ നിയമത്തെയും എല്ലാം തന്നെ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഈ ഒരു എന്ന് പറയുന്ന എല്ലാ സിറ്റിസണും ഇതിനെ ഒബേ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഫാർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എഫക്റ്റീവ് ഇൻ ദ ഇൻകോർപ്പറേറ്റ് പീരിയോഡിക് ചേഞ്ചസ്? ഓരോ കാലത്തിലും ഓരോ നിയമത്തിന്റെ ഭേദഗതികൾ വരുത്തുമ്പോൾ അത് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നാടിന് എന്ത് ചേഞ്ച് അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്? എന്ത് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ഓരോ നിയമങ്ങൾ പുതുതായിട്ട് വരുമ്പോൾ അല്ലെ അമെന്റ്മെന്റ് വരുമ്പോൾ? എന്ത് വരുന്നുണ്ട്? വികസനം കൂടും. വികസനം കൂടും. വേറെ ഡെവലപ്മെന്റ്, അത് തന്നെ വികസനം. പറ വൈഷ്ണവി, പറയൂ വൈഷ്ണവി. ഗ്രോത്ത് എന്നാണ് പറഞ്ഞത്. ഗ്രോത്ത് എന്നാണ്. ഓക്കെ ഓക്കെ, വളർച്ച ശരിയാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ശരിയാണ്. വെറുതെ തെറ്റെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന. വേറെ ഇതിലുള്ള കുറെ ഡെവലപ്മെന്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ആ ഒരു നിയമത്തിൽ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ എക്കണോമിക് ആൻഡ് വീക്കർ സെഷന് കുറെ എന്ത് പറയുന്നത്, കുറെ നിയമങ്ങൾ അവർക്ക് അനുകൂലമായിട്ടുള്ള കുറെ നിയമങ്ങളും എല്ലാം അതിൽ വന്നിട്ടുണ്ട്. അതൊക്കെയാണ്, അതാണ് നമ്മുടെ അമെന്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അമെന്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അഡിഷൻ ആൻഡ് ഡിലീഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ അമെന്റ്മെന്റ്സ് നമുക്കത് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ അമെന്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടത് 86th അമെന്റ്മെന്റ് എഡ്യൂക്കേഷൻ ആൻഡ് 44th അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ഡിലീഷൻ ഓഫ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി. ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന വസ്തുക്കൾ. ഡിലീഷൻസ് ഡിലീറ്റ് ചെയ്യുക, അതായത് റിമൂവ് ചെയ്യുക, അവിടെ നിന്ന്. അപ്പൊ അതിന്റെ കറക്റ്റ് മീനിങ് എന്തെന്ന് പറയും? അതായത് ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന്, ആ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇതില് വരുന്നുണ്ട്. ആ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് എടുത്തു കളഞ്ഞു. പക്ഷെ അത് നിയമമാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു നിയമമാണ്. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, അത് പ്രോപ്പറായിട്ട് നമ്മൾ പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിൽ നിന്ന് എടുത്ത് കളഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ഈ പാഠം തീർന്ന് അത്ര തന്നെ. അപ്പൊ അതിന്റെ സമ്മർ ഇതിലെന്താ ഡൗട്ട് ഉണ്ടോ? അങ്ങനെ ഡൗട്ട് അങ്ങനെ ഇല്ല. അപ്പൊ ഇതിലൊന്ന് മനസ്സിലാക്കാം, നിങ്ങൾക്ക് ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണം, പ്രിയാമ്പിൾ എന്തെന്നറിയണം, പ്രിയാമ്പിളിന്റെ കോഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണം, അതിന്റെ ഫ്രെയിമിങ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിമിങ്, ആര് എവിടെ എപ്പോഴും 1946 ആ സമയം തൊട്ടുള്ളത് അതറിയണം. പിന്നെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള കൺസെപ്റ്റ് എന്താണെന്നൊക്കെ അറിയണം. അതൊക്കെയാണ് ഇത്രയും ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. വൈഷ്ണവി പിന്നെ പക്ഷേ സമ്മറി ഇവിടെ നോക്കാം. Constitution is a code of basic ideas, principles and laws about the governance of the country.
അപ്പൊ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവേണൻസ് ചെയ്യാനായിട്ട്, ഭരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങളെല്ലാം കൂടെ ചേർത്ത് കലർന്നിരിക്കുന്ന ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. There are written and unwritten constitutions in the world. ലോകത്തില് written constitutions ഉണ്ട്, unwritten constitutions ഉണ്ട്. The Indian Constitution is the longest written constitution in the world. അപ്പൊ നമ്മൾ പഠിച്ചു ലോങ്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടേതാണ്. The Constituent Assembly framed the Indian Constitution through the continuous process. അപ്പോൾ അവർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, നമ്മുടെ ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, അവരുടെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 3 വർഷത്തെ ആ ഒരു പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. The Constitution describes the fundamental rights and duties of citizens. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് റൈറ്റ്സും പറയുന്നുണ്ട്, ഡ്യൂട്ടീസ്, അപ്പോൾ നമുക്കുള്ള അവകാശങ്ങളും അതിൽ പറയുന്നുണ്ട്, അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസും പറയുന്നുണ്ട്. The addition and deletions done in the constitution are known as amendments. Amendments എന്ന് പറയുന്നത് അഡിഷനും ഡിലീഷനും എല്ലാം കൂടെയാണ്. നമ്മൾ അഡീഷൻ ആഡ് ചെയ്യാനും പറ്റും, അതുപോലെ റിമൂവ് ചെയ്യാനും പറ്റും. അതിനെയാണ് നമ്മൾ അമെന്റ്മെന്റ്സ് എന്ന് ത്രൂ അമെന്റ്മെന്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശങ്ങളും നമ്മുടെ കർത്തവ്യങ്ങളും അല്ലേ?